ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മളെല്ലാം ജിമ്മിൽ പോകാറുണ്ട്, ഇനി ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. ആ മര്യാദകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളുകളാണെങ്കിൽ നിങ്ങൾ ഇതിൽ 9 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. 9 കാര്യം പാലിക്കുന്നവർ എനിക്ക് തോന്നുന്നു 99% ആളുകളും ഈ 9 കാര്യങ്ങളും പാലിക്കുന്നവരല്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജിമ്മിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ഐ ആം രാജേഷ് കെ മോഹൻ. വെൽക്കം ടു മൈ ചാനൽ. ആദ്യത്തെ കാര്യം, ഇത് ഒട്ടുമിക്ക ആളുകളും പാലിക്കാറുണ്ട്. പുറത്തുള്ള ഔട്ട്സൈഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ചെരുപ്പുകളോ ഷൂസോ ഒന്നും ജിം ഫ്ലോറിലേക്ക് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അവര് വർക്കൗട്ട് ചെയ്യുമ്പോൾ ജിം ഫ്ലോറിലേക്ക് യൂസ് ചെയ്യുന്ന ഷൂ ഉപയോഗിക്കും. പക്ഷെ അവര് എന്തെങ്കിലും കാര്യത്തിന് ഒരാളിനെ മീറ്റ് ചെയ്യാനോ ജസ്റ്റ് ഫ്ലോറിലേക്ക് കയറുന്ന സമയത്ത് അവർ പുറത്തുള്ള ചെപ്പൽസ് യൂസ് ചെയ്യാറുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്തത് നമ്മുടെ ഹൈജീന്റെ ഭാഗമായിട്ട് ജിം ഫ്ലോറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ജിമ്മിൽ യൂസ് ചെയ്യുന്ന ഷൂസ് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, ജിമ്മിൽ ഡിയോഡറൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം നമുക്കത് ഫീൽ ചെയ്യത്തില്ല, നമ്മുടെ സ്മെല്ല് നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ട്രെയിനേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജിമ്മിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് ഡിയോഡറൻസോ പെർഫ്യൂംസോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ജിമ്മിലേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്പർ 3, ജിമ്മിലല്ലേ നമ്മൾ പോകുന്നത്, അതുകൊണ്ട് വാഷ് ചെയ്യാൻ ഇട്ടേക്കുന്ന ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് പൊക്കളയാം. അല്ലെങ്കിൽ ഇന്നലെ ജിമ്മിൽ യൂസ് ചെയ്ത സെയിം ഡ്രസ്സ് തന്നെ ഇടാം. എന്തായിരുന്നാലും വിയർക്കാൻ പോകുന്നതല്ലേ എന്ന് കരുതിയിട്ട് വാഷ് ചെയ്യാത്ത ഡ്രസ്സ് ഇട്ടുകൊണ്ട് ജിമ്മിൽ വരാറുണ്ട്. ഇതും വളരെയധികം ഒരു ഫൗൾ സ്മെല്ല് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കും. ഇത് ട്രെയിനേഴ്സിനും അടുത്ത് കൂടെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ്. ഇത് ജിമ്മുകളിലും ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അതുകൊണ്ട് നല്ല വൃത്തിയുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്ത് ജിമ്മിൽ വരാനായിട്ട് ദയവായി ശ്രമിക്കുക. നമ്പർ 4, നിങ്ങൾക്കറിയാം ജിമ്മിൽ നമ്മൾ ചെയ്യുന്ന ഡംബൽസ് ആയിരുന്നാലും പ്ലേറ്റ്സ് ആയിരുന്നാലും അത് പലരും യൂസ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോകാറുണ്ട്. അതും വളരെ മോശമായ പ്രവണതയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡംബൽസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല അവിടെ ട്രെയിനേഴ്സ് നടക്കുന്നതും അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കി ക്ലയൻസ് വരുന്നതും ഒന്നും നിങ്ങൾ യൂസ് ചെയ്ത ഡംബൽസ് തപ്പിയെടുക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മളൊരു സ്ഥലത്തുനിന്ന് ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത ശേഷം നേരെ തിരിച്ച് സെയിം റാക്കിൽ കൊണ്ട് വെക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇത് ഒരുപാട് പേര് തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. സോ നമ്മളൊരു വസ്തു എടുത്താൽ അത് തിരിച്ച് റീറാക്ക് ചെയ്തിരിക്കണം. നമ്പർ 5, ഒരു എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് അത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആ സാധനം ആ എക്യുപ്മെന്റ് യൂസ് ചെയ്ത് അത് ഫ്രീ ആക്കി അടുത്ത ആളിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ചില ആളുകൾ കാണാറുണ്ട്, അവർ ഒരു സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ മൊബൈലിലും വെച്ച് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട്. ഒരുപാട് സമയം കഴിഞ്ഞിട്ടായിരിക്കും ആ മെഷീൻ അവർ ഫ്രീ ആക്കുന്നത്. ചില ആളുകൾ വന്ന് ചോദിക്കും ഫ്രീ ആയോ എന്ന് ചോദിക്കും. മറ്റു ചില ആളുകൾ അവർ ഫ്രീ ആവാൻ കാത്തു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട കാര്യം, ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യുക, അടുത്ത ആളിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ്. അത് ജിമ്മിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ ഒന്നാണ്. നമ്പർ 6, നമ്മൾ ജിമ്മുകളിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ടവൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന മെഷീൻസിൽ നമ്മൾ ചാരിയിരിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ടവൽ വിരിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഹൈജീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അത് നമ്മുടെ ഹൈജീനും ആ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ ഒരു ഹൈജീനും വളരെ ആവശ്യമാണ്. ഇപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മ് ഫിനിക്സ് ബിഫിറ്റ് ആണ് ട്രിവാൻഡ്രത്തുള്ളത്. അവർ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈജീനിക് ആയിട്ടുള്ള ഒരു ജിമ്മാണ്. അവിടെ അവർക്ക് ഏത് സമയത്തും നിങ്ങൾ ഒരാൾ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ആ മെഷീന് സാനിറ്റൈസ് ചെയ്യാനായിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളുണ്ട്. ഇങ്ങനെ ഒന്ന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളില്ലാത്ത ഒരുപാട് ജിമ്മുകളുണ്ട്. അപ്പൊ അവിടേക്ക് നിങ്ങളുടെ വിയർപ്പോൾ ആ മെഷീനിൽ വരുന്നുണ്ട്. ഇനിയിപ്പോ ഇതുപോലുള്ള ജിമ്മാണെങ്കിൽ പോലും നമ്മൾ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും ആ മെഷീൻസിൽ നിങ്ങൾ ടവൽസ് യൂസ് ചെയ്യുക തന്നെ വേണം. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഹൈജീനിന് അടുത്ത് നിൽക്കുന്ന ഒരാളിന് ഹൈജീനും ഈവൻ ആ ഹൗസ് കീപ്പിംഗിന് നിൽക്കുന്ന ആളിനോട് കാണിക്കുന്ന നമ്മുടെ റെസ്പെക്ട് കൂടിയാണ് നമ്മുടെ വിയർപ്പ് അവിടെ ആവാതെ ഒരു ടവൽ യൂസ് ചെയ്യുക എന്നുള്ളത്. സോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ടവൽസ് നിർബന്ധമായും യൂസ് ചെയ്യണം. നമ്പർ 7, ഇത് ഒരുപാട് തെറ്റിക്കുന്ന ആളുകളാണ്, പ്രത്യേകിച്ചും ടീനേജേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ജിമ്മിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂട്ടം കൂടി നിന്ന് ചിരിക്കുകയോ അല്ലെങ്കിൽ ഉറച്ച് സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. കാര്യം പലരും പല മാനസികാവസ്ഥയിൽ വരുന്ന ഒരു പൊതുസ്ഥലമാണ്, പബ്ലിക് പ്ലേസ് ആണ് ജിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തമാശ പറഞ്ഞ് ഉറക്കെ ലൗഡായിട്ട് ചിരിക്കുക, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന രീതിയിൽ ഉറക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കാതെ വളരെ പതുക്കെ സംസാരിക്കുക. അത്തരത്തില് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുക. നമ്പർ 8, VVP അസാൾട്ട് എന്ന് പറയും. അതായത് നമ്മൾ ജിമ്മിൽ വരുന്ന ഒരാളിനെ വിഷ്വലി, വെർബലി, ഫിസിക്കലി കളിയാക്കാതിരിക്കുക. അതായത് ഒരാളെ ചെന്ന് കളിയാക്കുകയല്ല. നമ്മുടെ ജിമ്മിൽ പല തരത്തിലുള്ള ആളുകൾ വരാറുണ്ട്. പല ശാരീരിക പ്രകൃതിയുള്ള ആളുകൾ വരാറുണ്ട്. ശരീരത്തിൽ വളരെ വളവുള്ള ആളുകൾ വരാറുണ്ട്.
3 ജെൻഡറിലുമുള്ള ആളുകൾ വരാറുണ്ട്, വളരെ ഒബേസായ ആളുകൾ വരാറുണ്ട്. അപ്പൊ ഇവര് വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരുടേതായ പരിമിതികൾ ചിലപ്പോൾ കാണും. അത് പോയി കളിയാക്കുന്നില്ലല്ലോ എന്നല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, ഫിസിക്കലി, വെർബലി ആൻഡ് വിഷ്വലി. ഒരാള് ത്രെഡ്മില്ലിൽ, വണ്ണമുള്ള ഒരാൾ ത്രെഡ്മില്ലിൽ ഓടുന്ന സമയത്ത് നമ്മൾ അയാളെ നോക്കുന്നത് പോലും അതൊരു ഇൻസൾട്ടാണ്. അയാൾ ഒരു വളരെ വണ്ണം കുറഞ്ഞ ഒരാൾ ഒരു വെയിറ്റ് എടുക്കുമ്പോൾ വളരെ കഷ്ടപ്പെടുന്നത് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അയാളെ സംബന്ധിച്ച് വളരെ ഇൻസൾട്ട് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഫിസിക്കലി, വെർബലി ആൻഡ് വിഷ്വലി ഒരാളെയും ഹരാസ് ചെയ്യാതിരിക്കാൻ ജിമ്മിൽ പോകുന്നവർ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടതാണ്. 9ാമത്തെ കാര്യം ഇതാണ്, ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഡോണ്ട് ബി എ ട്രെയിനർ. എല്ലാ ജിമ്മുകളിലും നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. നിങ്ങൾ അവിടെ വർക്കൗട്ട് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ചു പോകാൻ നോക്കുക. ആ ജിമ്മിൽ വരുന്ന പലർക്കും പല രീതിയിലുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഉള്ളവരായിരിക്കും, പല അസുഖങ്ങളുള്ളവരായിരിക്കും. ഫ്രോസൺ ഷോൾഡർ ഉള്ളവർ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഡനോസിസ് പ്രോബ്ലങ്ങൾ ഉള്ളവർ കാണും. അപ്പോൾ നിങ്ങൾ അവർക്ക് ചെന്നിട്ട് ഇത്രയും പൊക്കൂ, ഇത്രയും കൈ പൊക്കൂ, ഇത്ര പോരാ, ഇത്രയും പൊക്കണം എന്നൊന്നും നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ നോക്കി അവർക്ക് വർക്കൗട്ട് കൊടുക്കാനാണ് അവിടെ ട്രെയിനേഴ്സ് നിൽക്കുന്നത്. നല്ല നല്ല സർട്ടിഫൈഡ് ആയുള്ള ട്രെയിനേഴ്സ് ഇതുപോലുള്ള റെപ്യൂട്ടഡ് ആയുള്ള ജിമ്മുകളിലുണ്ട്. അപ്പോൾ അത് കൊടുക്കാൻ അവരുണ്ട്. അപ്പൊ നിങ്ങൾ ഒരിക്കലും പോയിട്ട് നിങ്ങൾ അഡ്വൈസ് ചെയ്യരുത്, നിങ്ങൾ കൈ ഇത്ര പൊക്കെയല്ല, നിങ്ങൾ ഇത്രയും പൊക്കണം എന്നൊന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. അയാൾക്ക് ഫ്രോസൺ ഷോൾഡർ ഉണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അപ്പോ ലാസ്റ്റ് പറയേണ്ട കാര്യം, ഡോണ്ട് ബി എ ട്രെയിനർ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിമ്മിൽ പോകുന്ന ആളുകൾ പാലിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മിനിമം മര്യാദകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായി വരുന്നവരേക്കും ഐ ആം രാജേഷ് കെ മോഹൻ, സൈനിങ് ഓഫ്.